അല്ലാഹു ഇയ്യാഹു യൗമൽ ഖിയാമ. ഇവൻ കട്ടെടുത്ത ഈ കള്ളരേഖ ഉണ്ടാക്കിയ ഭൂമിയെ നാളെ അന്ത്യനാളിൽ ഇവന്റെ കഴുത്തിൽ ചാർത്തിയിട്ട് ഇതാ നീ കട്ടഭൂമി ചുമക്കടാ എന്ന് പറഞ്ഞ് അവന്റെ കഴുത്തിൽ ചാർത്തി കൊടുക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സമ്പാദിക്കാം, പക്ഷേ ഹറാമായ മാർഗം അത് പൂർണ്ണമായി നമ്മൾ ഉപേക്ഷിക്കണം. അതോടൊപ്പം തന്നെ നാം സമ്പാദിച്ചത് തന്റെ സമ്പാദ്യത്തെ സംബന്ധിച്ചായിരിക്കും. എങ്ങനെയാണ് നീ അത് സമ്പാദിച്ചത്? അതിന്റെ വരവ് കാണിച്ചു കൊടുക്കണം. നിന്റെ പേരിൽ ഇത്ര ഭൂമിയുണ്ടല്ലോ, ഇത്ര സംഖ്യയുണ്ടല്ലോ, ഇത്ര ബിൽഡിംഗ് ഉണ്ടല്ലോ, ഏത് അറബിയാണ് പറ്റിച്ചത്, ഏത് മുതലാളിയാണ് യത്തീംഖാനയിൽ ആക്കി പോന്നത്, എല്ലാം അള്ളാന്റെ മുമ്പിൽ പറഞ്ഞു കൊടുക്കണം. പോരാ, ചെലവും കാണിക്കണം. എന്തില്ലത് ചെലവ് ചെയ്തു. ഇവിടെ നമുക്ക് ഉദ്യോഗസ്ഥന്മാരെ കബളിപ്പിക്കാം, ടാക്സ് കൊടുക്കാതെ കഴിയും, നികുതി അടക്കാതിരിക്കാൻ പറ്റും. പക്ഷേ ഇതൊക്കെ വളരെ കൃത്യമായി രേഖപ്പെടുത്തുന്ന ഒരു വിഭാഗം ഉദ്യോഗസ്ഥരെ അല്ലാഹു നിശ്ചയിച്ചിട്ടുണ്ട്. അതാണ് അല്ലാഹു ചോദിച്ചത്, വൈലുല്ലിൽ മുത്തഫിഫീൻ അല്ലദീന ഇദക്താലു അലന്നാസി യസ്തൗഫൂൻ വഇദാ കാലുഹും ഔ വസനുഹും യുഖ്സിറൂൻ അലാ യظن ഉലൈക അന്നഹും മബ്ഊസൂന ലിയൗമിൻ നദീം. ബിസിനസ്സുകളിൽ കൃത്രിമം കാണിക്കുന്നവരോട് അല്ലാഹു ചോദിച്ച ചോദ്യം എന്താണ്? അലാ യظن ഉലൈക അന്നഹും മബ്ഊസൂന ലിയൗമിൻ അദീം. ഒരു വമ്പിച്ച ദിവസം അഥവാ ഖിയാമത്ത് നാളിൽ നിങ്ങളെയൊക്കെ യാത്രയക്കപ്പെടുകയും ഈ വിഷയങ്ങളെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്യുമെന്ന ബോധം നിങ്ങൾക്കില്ലേ? അവിടെ ഈ ശരിയായ കണക്ക് കയ്യിൽ പിടിച്ചിട്ടായിരിക്കും ചോദ്യം ഉണ്ടാവുക. നമ്മൾ കാട്ടിയ കള്ളക്കണക്കൊന്നുമല്ല. അല്ലാഹു നമുക്ക് ഹഖും ബാത്തിലും അനുസരിച്ച് ജീവിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ഗൗരവമുള്ള വിഷയമാണ്. അതുകൊണ്ട് തന്നെ എന്തിൽ ചെലവ് ചെയ്യണം അതിന് വ്യക്തമായ മാർഗരേഖ തന്നിട്ടുണ്ട്. അള്ളാഹു സമ്പത്ത് തന്നത് പ്രധാനമായും ഈ ഭൂമിയിലെ സർവ്വ ജീവജാലങ്ങൾക്കും ഉപകാരപ്പെടാൻ വേണ്ടിയാണ്. മുതലാളിമാർ അത് അടക്കിപ്പൂട്ടി സ്വന്തം ഖജനാവില് സൂക്ഷിക്കരുത്. അത് ജനങ്ങളിലേക്ക് ഇറങ്ങണം. അതിന് വളരെ ശാസ്ത്രീയവും ഏത് ലോകത്തും ഏത് കാലത്തും പ്രയോഗവൽക്കരിക്കാവുന്നതുമായ പ്രക്രിയകളും ഇസ്ലാം സംവിധാനിച്ചു. പട്ടിണി നിർമാർജനത്തിന് ആവശ്യമായ എന്തെല്ലാം പരിപാടികളാണ് ഇസ്ലാം മതം ഇവിടെ നടപ്പാക്കുന്നത് നിങ്ങൾ ആലോചിച്ചു നോക്കൂ. നമുക്ക് തുടങ്ങാം. ഒരു ചെറിയ കുട്ടി ജനിച്ചു, എല്ലാവർക്കും വലിയ സന്തോഷാണ്. മക്കളില്ലാത്തവരാരെങ്കിലും നമ്മളെ കൂട്ടത്തിലുണ്ടെങ്കിൽ സ്വാലിഹീങ്ങളായ മക്കളെ തന്ന അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് നൽകിയ മക്കളെ അല്ലാഹു ഒരു ലോകത്തും സന്തോഷം നൽകുന്ന മക്കളാക്കട്ടെ. വലിയൊരു തൗഫീഖാണ് അല്ലാഹു തരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കുഞ്ഞ് ജനിച്ചു വീണാൽ അതിന്റെ പേരിൽ പാവങ്ങൾക്ക് ഭക്ഷണം കിട്ടുന്ന പരിപാടി ഇസ്ലാം ആസൂത്രണം. നോക്കൂ നിങ്ങൾ, കുട്ടി ജനിച്ചാൽ 7ാമത്തെ ദിവസം ആ കുഞ്ഞിന്റെ പേരിൽ അഖീഖ അറുക്കണം. അതെന്തെങ്കിലും ഒരു കോഴിനെ മുയലിനെയൊന്നും അറുത്താ പോരാ. അത് ആടുമാട് ഒട്ടകങ്ങളിൽപ്പെട്ട എന്തെങ്കിലും ഒന്നിനെ അറുക്കണം. അതിനെ ചെറുതു പോരാ, 2 വയസ്സുള്ളതിനെ അറുക്കണം. നമ്മളെ നാട്ടിലുള്ള ആടാണെങ്കിലും നമ്മളെ നാട്ടിലുള്ള പശുവർഗത്തിൽപ്പെട്ടതാണെങ്കിലും അപ്പോഴേ ലേശം വലിപ്പുണ്ടാവുള്ളൂ. അതിനെ അറുത്തിട്ട് എന്ത് ചെയ്യണം എന്നാ, നമ്മുടെ പരിസരത്തുള്ള ആളുകളുടെ വീട്ടിലേക്ക് ഇത് എത്തിച്ചു കൊടുക്കണം. നിങ്ങൾ ചിന്തിക്കുക, ഒരു 500 വീടുള്ള ഒരു മഹല്ല് സങ്കല്പിക്കുക. ഒരു ഇസ്ലാമിക മഹല്ല് 500 വീടുണ്ട്. അവിടെ 500 വീടുള്ള ഒരു മഹല്ലിൽ ആഴ്ച തോറും എത്ര പ്രസവം നടക്കുമ്പോഴും കണക്കൂട്ടിയാണ്. ആഴ്ച തോറും 500 വീടുണ്ട് എന്ന് പറഞ്ഞാൽ ഏറ്റവും ചുരുങ്ങി 2500 ആളവിടെ ഉണ്ടാവും ആ മഹല്ല്. ആ നാട്ടില് ഒരാഴ്ചയിൽ എത്ര പ്രസവം നടക്കും? ഈ പ്രസവം നടക്കുമ്പോഴെല്ലാം അതിൽ നന്ദി കാണിച്ച് ഇങ്ങനെ ഒരു ഉരുവിനെ അറുത്ത് അതിന്റെ മാംസം വീട് വിടാന്തരം എത്തിച്ചു കൊടുക്കുമ്പോൾ മനുഷ്യന്റെ മുഖ്യാഹാരങ്ങളിൽ ഒന്നായ മാംസാഹാരം കിട്ടാതെ ജീവിതത്തിന് പ്രയാസപ്പെടുന്ന ഒരു കുട്ടി പോലും ആ മഹല്ലിൽ ഉണ്ടാവില്ല. ഇത് വേറെ ഏതെങ്കിലും മതത്തിലോ പ്രത്യയശാസ്ത്രത്തിലോ സംവിധാനം കാണിക്കാൻ കഴിയും. ഇനി പോകട്ടെ, ഈ കുട്ടി വളർന്നു വലുതായി, അവനൊരു പെണ്ണ് കെട്ടണം, അല്ലെങ്കിൽ അവൾ കെട്ടിക്കുകയാണ്. എന്നാലോ അവിടെയും പാവപ്പെട്ടവർക്ക് അന്നം കിട്ടാൻ പട്ടിണി മാറ്റേണ്ട സംവിധാനം ഇസ്ലാമിലുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഔലിം വലൗ ബിശാ, ഒരാടിനെ അറുത്തെങ്കിലും നിങ്ങൾ കല്യാണ സദ്യ കൊടുക്കണം.
കല്യാണ സദ്യ വിളമ്പുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യവും കൂടെ നമ്മൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. കല്യാണത്തിന് ക്ഷണിക്കപ്പെടുന്നവരിൽ നല്ലൊരു വിഭാഗം പ്രദേശത്തുള്ള പട്ടിണി പാവങ്ങളായിരിക്കണം. പണക്കാരെ തന്നെ വിളിക്കരുത്. നമുക്കിപ്പോ കല്യാണം എന്ന് പറഞ്ഞാൽ എന്താ, വലിയ വലിയ കാറുള്ള പോലെ തന്നെ കിട്ടണം. എന്നിട്ട് ഓന്റെ അടുത്ത് പോയി പറയും, പിന്നെ കല്യാണത്തിന് വരുമ്പോൾ കാറുമായിട്ട് വരുന്നതിന് പ്രശ്നമൊന്നുമില്ല കേട്ടോ, പാർക്കിങ്ങിനൊക്കെ ഞങ്ങൾ വിശാലമായ സൗകര്യം ചെയ്തിട്ടുണ്ട് എന്ന് പറയും. ഇതെന്തിനാ? ഓന്റെ കല്യാണത്തിന്റെ അന്ന് റോഡ് മുഴുവൻ ബ്ലോക്കായി ഇങ്ങനെ കാറ് നിൽക്കുമ്പോ അങ്ങനെ പൊന്ത കണ്ടില്ലേ എന്റെ ജനസ്വാധീനം. ഈ ഭക്ഷണത്തെ സംബന്ധിച്ച് റസൂലുള്ള പറഞ്ഞതെന്താ? ശർറു ത്വആമി ത്വആമുൽ വലീമാ, ഏറ്റവും നാറിയ ആഹാരം ചില കല്യാണത്തിന്റെ ഭക്ഷണമാണ്. എങ്ങനെയുള്ള കല്യാണങ്ങളാണ്? യുദ്ആ ഇലൈഹൽ അനിയാഉ ദൂനൽ ഫുഖറാ, പാവങ്ങളെ വിളിക്കാത്ത, ഒരു നേരത്തെ ബിരിയാണി കിട്ടിയാൽ കഴിക്കാമായിരുന്നു എന്ന് ചിന്തിക്കുന്ന പാവങ്ങളുണ്ട്. അവരെ ക്ഷണിക്കാതെ സമ്പന്നരെ മാത്രം വിളിച്ചു നടത്തുന്ന കല്യാണം അവിടത്തെ ഭക്ഷണമാണ് ഭൂമിയിലെ നാറിയ ആഹാരമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ ഇത് അള്ള വെച്ചതെന്തിനാ? പാവപ്പെട്ടവർക്ക് ആഹാരം കിട്ടാൻ. ഒരു കുട്ടി ജനിച്ചാൽ അവിടെ ഭക്ഷണം വിളമ്പി, ഒരാൾ കല്യാണം കഴിക്കാമ്പോ അവിടെ പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നു. നമ്മളെ മതത്തിലോ നമ്മുടെ രാഷ്ട്രത്തിലോ നമ്മുടെ സംസ്ഥാനത്ത് അങ്ങനെ ഒരു പരിപാടി ഉണ്ട്. ഓണം വരുമ്പോ മാത്രം ഒരു 5 കിലോ അരി, അതും 4ാം ക്ലാസ് വരെ അല്ലെങ്കിൽ 7ാം ക്ലാസ് വരെയുള്ള കുട്ടികൾ തിന്നാ മതി. സെക്കൻഡറി തലത്തിലുള്ള കുട്ടികൾക്കൊന്നും വേണ്ട. ഇതാപ്പ നമ്മളാകെ കൊടുക്കുന്നപ്പോ ഇസ്ലാം നോക്ക്. നിങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ സങ്കല്പിക്കുക, ഒരു 500 വീടുള്ള മഹല്ലാണെങ്കിൽ അവിടെ ആഴ്ച തോറും നടക്കൂല ഒരു കല്യാണം? തീർച്ചയായിട്ടും നടക്കും. ആ കല്യാണത്തിലൊക്കെ ബിരിയാണി തിന്നാൻ ഭാഗ്യാർക്ക? ആ പ്രദേശത്തെ പാവങ്ങൾക്കാണ്. ഇസ്ലാമിന്റെ പ്രായോഗിക പരിപാടി. ഇത് വാർഷിക പദ്ധതിയല്ല, ദൈനംദിന ജീവിതത്തിൽ നടപ്പിൽ വരുത്താൻ സാധിക്കുന്ന പരിപാടി. ഇനി പോകട്ടെ, ഒരാള് ഈ ലോകത്തോടങ്ങ് വിട പറഞ്ഞു എന്നൊക്കെ മരിച്ചുപോയി. ആ സമയത്തും പാവങ്ങൾക്ക് അന്നം കിട്ടാനുള്ള അവസരം മതം ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു അള്ളാന്റെ ഹബീബിനെ സമീപിച്ചു പറഞ്ഞില്ലേ, ഇന്ന ഉമ്മി ഖദ് മാത്തത്തു ഫുജ്അ, നബിയെ എന്റെ മാതാവ് പൊടുന്നനെ മരണപ്പെട്ടുപോയി. രോഗിണിയായി കടന്നു വല്ലതും വസിയത്ത് ചെയ്യാൻ അവസരം കിട്ടിയിരുന്നെങ്കിൽ അത് പറഞ്ഞതിന്റെ പേരിൽ ഉമ്മാക്ക് ഞങ്ങൾ സ്വതക്ക ചെയ്താൽ അത് ഉമ്മാക്ക് കിട്ടുമായിരുന്നു. പക്ഷേ വസിയത്ത് ചെയ്യാനൊന്നും അവസരം കിട്ടാതെ മരിച്ച ഉമ്മയാണ്. അഫ അത്തസദ്ദഖു അൻഹാ, ആ ഉമ്മാന്റെ പേരിൽ ഞാൻ സ്വതക്ക ചെയ്താൽ അത് ഉമ്മാക്ക് ഫലം ചെയ്യുമോ നബിയേ? ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത മറുപടി എന്താണ്? നഅം, തീർച്ചയായും അത് ഉപകാരപ്പെടും. സഅദ് റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? മരണപ്പെട്ട ഉമ്മാന്റെ പേരിൽ സ്വതക്ക ചെയ്യാൻ തീരുമാനിച്ചു. നബിയോട് എന്നെ അഭിപ്രായം ചോദിച്ചു, നബിയെ എന്താണ് ഇപ്പൊ ഏറ്റവും നല്ല സ്വതക്ക? അപ്പൊ റസൂലുള്ള പറഞ്ഞു, ഇപ്പം വെള്ളത്തിന് പ്രയാസമുള്ള ഒരു സമയല്ലേ, ജനങ്ങൾക്ക് വെള്ളം കൊടുത്തോ. അപ്പൊ ആൾക്കാർക്കൊക്കെ അങ്ങാടി പോയിട്ട് ഓരോ ഗ്ലാസ് വെള്ളം കൊടുത്താൽ അതൊരു താൽക്കാലിക പരിപാടിയാവുള്ളൂ. ഉമ്മന്റെ ഖബറിലേക്ക് കിട്ടിക്കൊണ്ടേയിരിക്കണമെന്ന് ആഗ്രഹിച്ച സഅദ് റളിയല്ലാഹു അൻഹു ഒരു 1ാം തരം കിണർ കുഴിച്ചിട്ട് പറഞ്ഞു, ഹാദാ ലി ഉമ്മി സഅദ്, ഈ കിണർ സഅദിന്റെ ഉമ്മാക്കാകുന്നു. അങ്ങനെ പ്രയോഗം. നമ്മളെ ഉമ്മാരൊക്കെ പറയുന്നുണ്ടല്ലോ, ഈ കോഴി മുഹിയുദ്ദീൻ ശൈഖിനാകുന്നു. ഇത് കേട്ടാ ചിലരൊരേ മരിച്ചോ മൊയ്തീൻ ശൈഖ് കോഴിന്നു. അത് സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞ പോലുള്ള ഒരു വാക്കാണ്. ഈ കോഴി മുഹിയുദ്ദീൻ ശൈഖിനാന്ന് പറഞ്ഞാൽ മുഹിയുദ്ദീൻ ശൈഖിന്റെ പേരിൽ സ്വതക്ക ചെയ്യാനുള്ളതാണ് അതിന്റെ അർത്ഥം. എന്നതുപോലെ സഅദ് റളിയല്ലാഹു അൻഹു കിണർ കുഴിച്ച് മരണപ്പെട്ട ഉമ്മാന്റെ പേരിൽ സ്വതക്കയാണ്. അതുകൊണ്ട് തന്നെ മരണപ്പെട്ടു പോയവർ മഹാന്മാരായ അൻസാരികളുടെ സ്വഭാവം പണ്ഡിതന്മാർ ഉദ്ധരിക്കുന്നുണ്ട്. അവരെ കൂട്ടത്തിൽ ആരെങ്കിലും ഒന്ന് മരണപ്പെട്ടാൽ റസൂലുള്ളാഹിന്റെ ശിഷ്യന്മാർ 15 ദിവസത്തോളം അവരെ പേരിൽ ഭക്ഷണ വിതരണം നടത്താറുണ്ട്. ഇനി നിങ്ങൾ ആലോചിച്ചു നോക്കുക, 500 വീടുകളുള്ള ഒരു മഹല്ലത്തിൽ 2500 ആളുകൾ താമസിക്കുന്ന ഒരു ഗ്രാമത്തിൽ മരണവും നടക്കുമല്ലോ, ജനനം പോലെ അല്ലെ. ആ മരിച്ചതിന്റെ പേരിലും പാവങ്ങൾക്ക് അന്നം കൊടുക്കാനാണ് മതത്തിന്റെ പരിപാടി. നോക്കൂ നിങ്ങൾ, ഇസ്ലാമിന്റെ സാമ്പത്തിക ശാസ്ത്രീയത പ്രയോഗവൽക്കരിക്കുന്നു. പട്ടിണി മാറ്റാൻ ദൈനംദിന പരിപാടികളാണ്. ഇനിയോ മരിച്ചുപോയ മാതാപിതാക്കളെ നമുക്ക് വിസ്മരിക്കാൻ പറ്റൂല. അതുകൊണ്ട് തന്നെ അവരെ പേരിൽ നമുക്ക് എപ്പോഴും സ്വതക്ക ചെയ്യാം. അത് 3ന്റെ അന്നും ആവാ, 7നും ആവാ, ഇനി 5നും ആവാ, 1നും ആവാ, മരിച്ച അന്ന് തന്നെ ആവാം, 40നും ആവാ, ആണ്ടിലും ആവാ. അതിനൊന്നും വിരോധമല്ല. മതം ഒരു ദിവസവും നിരോധിച്ചിട്ടില്ല. മരിച്ചാൽ സ്വതക്ക ചെയ്യാൻ പറ്റാത്തൊരു ദിവസം ഉണ്ട് എന്ന് മതം പറഞ്ഞിട്ടില്ല. പിന്നെ ഒരു സംഗതി കൃത്യമായി പോകണമെങ്കിൽ എന്ത് വേണം? ഒരു ടൈം ടേബിൾ നല്ലതാ.
അതുകൊണ്ട് പണ്ടുള്ള മഹാന്മാരൊക്കെ അതിനൊരു ഡേറ്റ് വെച്ചു. അത് സ്വഹാബത്തിന്റെ മാതൃക കൂടി അതിനുണ്ട് താനും. അതുകൊണ്ടാണ് 7 ഭക്ഷണം കൊടുക്കലും 15 ഭക്ഷണം കൊടുക്കലും 40 കൊടുക്കലും പിന്നെ ആണ്ടിന് കൊടുക്കലും ഒക്കെ പതിവാക്കിയത്. അങ്ങനെ ഒരു ഡേറ്റ് പറ്റൂല എന്ന് വാശിയുള്ളവര് അന്നാക്കണ്ട, അടുത്ത ദിവസമാക്കിക്കോളും, വിരോധമല്ല. പക്ഷെ ഇത് തെറ്റാന്ന് പറയാൻ പറ്റൂല. അങ്ങനെ നമ്മൾ കൊടുക്കണം. അത് നിരോധിക്കപ്പെട്ട വിഷയമല്ല, പ്രോത്സാഹിപ്പിച്ച കാര്യമാണ്. അത് കൊടുക്കാൻ പാടില്ല എന്നതാണ് മതം നിരോധിച്ച വിഷയം. അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ. നാളെ പാരത്രിക ലോകത്ത് ഭൗതിക ജീവിതത്തിന് പ്രതിഫലം ലഭിക്കുമെന്ന യാഥാർത്ഥ്യത്തെ തിരസ്കരിക്കുന്നവരാരാണെന്നറിയുമോ എന്ന് ചോദിച്ചുകൊണ്ട് അള്ളാഹു 5 വിഭാഗത്തെ എണ്ണി പറയുന്നുണ്ട്. അതിലാദ്യം പറയുന്നത് ഫദാലിക്കല്ലദീ യദ്ഉൽ യതീം, അനാഥകൾക്ക് കിട്ടേണ്ടത് തടയാൻ ശ്രമിക്കുന്നവനാണ്. വലാ യഹുല്ലു അലാ ത്വആമിൽ മിസ്കീൻ, സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ പ്രേരിപ്പിക്കാൻ തയ്യാറാകാത്തവനാണ്. പിന്നെ തടയുന്നവന്റെ കാര്യം പറയാൻ, സാധുക്കൾക്ക് ഭക്ഷണം കിട്ടുന്ന പരിപാടികൾക്ക് പ്രേരണ കൊടുക്കുക, അത് സത്യവിശ്വാസിയുടെ ബാധ്യതയാണ്. അതുകൊണ്ട് അത് 3ന്റെ അന്നായിപ്പോയി 7ന്റെ അന്നായിപ്പോയി എന്ന് പറഞ്ഞ് സമുദായത്തിൽ ചിത്രത ഉണ്ടാക്കാതെ പാവങ്ങൾക്ക് ഭക്ഷണം കിട്ടാൻ മതം നിശ്ചയിച്ച പരിപാടികളൊക്കെ നടത്തണം. ഇനി നോക്കൂ, ഇസ്ലാമിന്റെ കർമ്മങ്ങൾ നമുക്ക് കാണാൻ കഴിയും.